ഹലോ, എല്ലാവർക്കും ശ്രേയസിലേക്ക് സ്വാഗതം. അപ്പം ഇത് ബാക്കിൽ കാണുന്ന വേറെ ആരുമല്ല, നമ്മുടെ വയാശാൻ തന്നെയാണ്. അയാൾ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് പറഞ്ഞു ഇന്ന് ഞാൻ ചെയ്യും, ഇന്ന് നമ്മൾക്ക് ഒരു നോട്ടീസൊക്കെ തന്നിട്ടാണ് ആൾ വന്നത്. അപ്പോഴേക്ക് ഞാൻ ആയിട്ട് പറഞ്ഞു എന്നാൽ വന്നു, നീ ഒരു വിഷമം ഇല്ലെന്ന്. അപ്പോഴേക്ക് ഞാൻ പറഞ്ഞത് അബദ്ധമായിപ്പോയി. ഞാൻ പറയാൻ വന്നത് തിരിച്ചു വന്നു അയ്യോ പിയല്ലേ എന്നായിരുന്നു. അറിയാൻ തന്നെ പീതോ എന്നുള്ളൊരു വാക്കാവും എൻ്റെ വായിൽ നിന്ന് അങ്ങ് വന്നു. അപ്പം അവൻ പീരയിലും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര മണിയാകുമ്പോൾ തീരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞു പറ്റില്ല. പിന്നെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നു, അതെല്ലാം ചീച്ച് പാളീസായിപ്പോയി. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് ഷോട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ എന്നുള്ള രീതിയാണ്. ഇനി തൊട്ട് ഇനി എനിക്ക് സ്കൂളിലേ പോകാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് ചിലപ്പോൾ കലക്ടറൊക്കെ ചിലപ്പോൾ പാമ്പാടിയിലോ കോട്ടയിലോ ചിലപ്പോൾ അങ്ങാട് അവധി കൊടുത്ത് കാണും. കാരണം 5 ദിവസം മഴ കാണും. അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോഴെങ്ങനെ അവധി കൊടുത്തെങ്കിൽ അങ്ങനെ എനിക്ക് കുറേ ദിവസം അവധി കിട്ടേ. അപ്പൊ എനിക്ക് നല്ല രസം കിട്ടും. അപ്പൊ പിന്നെ ഇവിടെ വീട്ടിൽ കുത്തിയിരുന്നാൽ മതി. വേറെ പരിപാടിയൊന്നും ഇല്ല, നമുക്ക് വലിയ പരിപാടിയൊന്നും ഇല്ലല്ലോ. നമുക്ക് ഇവിടെ ഇങ്ങനെ കളിക്കാൻ എന്ത് വേണമെങ്കിൽ കളിക്കാമല്ലോ. മഴയാഴ്ച നോട്ടീസ് ഒക്കെ തന്നു. അപ്പൊ ഞാൻ വന്നു. ഞാനിപ്പോ മഴയും കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എപ്പോഴാണ് നീ പോകുന്നത് ചോദിച്ചു പറയാണ് ഞാൻ തിങ്കളാഴ്ച ചോദിക്കോളാന്ന് പറഞ്ഞു. തിങ്കളാഴ്ച നീ പോവണ്ട, ഇവിടുത്തെ താമസാക്കിയിട്ടങ്ങ് പോകാന്ന് പറഞ്ഞു കേട്ടാ. അപ്പം നിങ്ങളെല്ലാവരും എല്ലാ വീഡിയോസിനും ലൈക്ക് കമൻറ്റ് എല്ലാവരും ചെയ്യുക. എനിക്ക് അതൊക്കെ എന്തോ പോലെ തോന്നുന്നു, നിങ്ങൾ ആരും അങ്ങനെ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. എല്ലാവരും ചെയ്യണം കേട്ടോ. ചെയ്യാണ്ടൊന്നും ഇരിക്കരുത്, എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ചെയ്യണം കേട്ടോ. നല്ല പാവകളൊക്കെ ആണെങ്കിൽ നല്ല ചെയ്യണം. അല്ലെങ്കിൽ ശ്രേയക്കുട്ടിക്ക് വിഷമാവും. നിങ്ങൾക്ക് ഒരു ചോദ്യം ഞാൻ പറയാം. ഈ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ പറയാണെങ്കിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് കൂടി തരാം. പിന്നെ ഇതിൻ്റെ ഒരു ആൻസർ ഇത് ശ്രേയാസ് വേൾഡിൻ്റെ ഷോർട്ടിൽ തന്നെ കിടപ്പുണ്ട്. അതെന്താണ് ഞാൻ കാണിച്ചത്. ഇതിൻ്റെ അകത്ത് എവിടെ എൻ്റെ പല്ല് പോയിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, കണ്ടുപിടിക്കുക. പിന്നെ ഇത് ശ്രേയാസ് വേൾഡിൻ്റെ ഒരു ഷോർട്ടിൻ്റെ അകത്ത് എവിടുത്തെ പല്ല പോയെന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് കാണിക്കണം. ആരാണ് ഫസ്റ്റ് കമന്റ് ഇടുന്നത് അയാൾക്ക് നല്ല ബുദ്ധിയുള്ള ആളായിരിക്കും. ബുദ്ധി ഇല്ലെങ്കിലും അത് പറ്റൂല. എല്ലാരും പെട്ടെന്ന് ഇപ്പൊ തന്നെ ഇത് വീഡിയോ കണ്ടിട്ട് കമന്റ് പോയത് ചേർത്ത് നോക്കണോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കമന്റ് ഒന്നും കിട്ടാതിരിക്കും, ബുദ്ധിയൊന്നും പോകും. അപ്പൊ ഇത്രയുള്ള കുഞ്ഞ വീഡിയോ ആണ്. ബൈ.